2020 വേൾഡ് കപ്പിനുള്ള ഇന്ത്യൻ സ്ക്വാഡിനെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വളരെ സന്തോഷത്തോടു കൂടി സഞ്ജു സാംസൺ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ശുഭ്മാൻ ഗിൽ ഉൾപ്പെട്ടിട്ടില്ല. എന്തുകൊണ്ട് ശുഭ്മാൻ ഗിൽ ഉൾപ്പെട്ടിട്ടില്ല? ഫോമില്ലായ്മയായിരിക്കാം ഒരു കാരണം, രണ്ടാമത്തെ കാര്യം പരിക്കുമായിരിക്കാം. എന്തായാലും ശുഭ്മാൻ ഗിൽ ഉൾപ്പെടാത്തത് കൊണ്ട് തന്നെ സഞ്ജു വി സാംസൺ ഫസ്റ്റ് ഓപ്പണർ ചോയ്സ് അഭിഷേകിന്റെ കൂടെ. അപ്പൊ നമുക്ക് പെട്ടെന്ന് ടീം ഇന്ത്യ സ്ക്വാഡ് ICC മെൻസ് 2020 വേൾഡ് കപ്പ് 2026 പരിശോധിക്കാം. സൂര്യകുമാർ യാദവ് ക്യാപ്റ്റൻ, അഭിഷേക് ശർമ്മ, സഞ്ജു സാംസൺ വിക്കറ്റ് കീപ്പർ, തിലക് വർമ്മ, ഹാർദിക് പാണ്ഡ്യ, ശിവൻ ദുബെ, അക്ഷർ പട്ടേൽ വൈസ് ക്യാപ്റ്റൻ ആയിരുന്ന ശുഭ്മാൻ ഗില്ലിനെ മാറ്റിയിട്ട് അക്ഷർ പട്ടേലിനെ കൊടുത്തു. എനിക്ക് അതിലൊരു ഇതുള്ളത് പിന്നെ പറയാം. റിങ്കു സിംഗ് തിരിച്ചു വന്നു. ബുംറ, ഹർഷിത് റാണയെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അർഷദീപ് സിംഗ്, കുൽദീപ് യാദവ്, വരുൺ ചക്രവർത്തി, വാഷിംഗ്ടൺ സുന്ദർ, ഇഷാൻ കിഷാൻ ബാക്കപ്പ് വിക്കറ്റ് കീപ്പർ. അപ്പൊ ഇതാണ് ടീം. അതിൽ എനിക്കൊരു ഇതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അക്ഷർ പട്ടേലിനെ വൈസ് ക്യാപ്റ്റൻ ഉള്ളതെന്ന് മാറ്റിയിട്ട് ഹാർദിക് പാണ്ഡ്യക്ക് വൈസ് ക്യാപ്റ്റൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ നന്നായിരുന്നു. എനിക്കൊരു ഓപ്ഷൻ ഉണ്ട്, പക്ഷെ വേണ്ട, കുഴപ്പമില്ല. പക്ഷേ ഈ ടീം ഹാപ്പിയാണ്. കാരണം ശുഭ്മാൻ ഗിൽ ഇല്ലാത്തൊരു ടീം, ഞാൻ ശുഭ്മാൻ ഗില്ലിനെ ഇതാക്കി പറയാം. പക്ഷെ ശുഭ്മാൻ ഗില്ലും അഭിഷേക് ശർമ്മയും കൂടി ഓപ്പൺ ചെയ്ത സമയത്ത് മിസ്സിംഗ് ആയ സംഭവം ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് സഞ്ജു അഭിഷേക് പോകുമ്പോൾ നേടി തന്നിട്ടായിരുന്നു. പവർ പ്ലേയിൽ 64 റൺസ്, ആ ഒരു ബ്ലിസ്റ്ററിങ് സ്റ്റാർട്ട്. അത് തന്നെയാണ് നമുക്ക് വേൾഡ് കപ്പിലും വേണ്ടത്. അല്ലാണ്ട് ഈ 2020 ഈ വൺ ഡേ പോലെ അല്ലെങ്കിൽ ടെസ്റ്റ് ക്രിക്കറ്റ് കളിക്കുന്ന പോലെ കളിച്ചു കഴിഞ്ഞാൽ റെഡിയാവില്ല. അതിന് അനുയോജ്യമായ ഓപ്പണിംഗ് കോംബോ സഞ്ജു അഭിഷേകാണ്. ഇന്നലെ തെളിയിച്ചു സഞ്ജു. അത് മാനേജ്മെന്റിന് മനസ്സിലായി, ഗംഭീറിന് അകാരണം മനസ്സിലായി. കാരണം കൊണ്ട് തന്നെ ശുഭ്മാൻ ഗില്ലിനെ മാറ്റി സഞ്ജുവിനെ ഓപ്പണറായിട്ട് പ്രതിഷ്ഠിച്ചു. ഇഷാൻ കിഷാൻ ബാക്കപ്പ് വിക്കറ്റ് കീപ്പർ ഉണ്ട്. കാരണം സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ മികച്ച പ്രകടനം, 10 കളിയിൽ 500 മേലെ റൺസ്, 2 സെഞ്ചുറി, 2 അർദ്ധ സെഞ്ചുറി എടുക്കാതിരിക്കാൻ വേറെ വഴിയില്ല. ജിതേഷ് ശർമ്മേനെ മാറ്റി. കാരണം വേറെ വകുപ്പില്ല അവർക്ക്. കാരണം സഞ്ജുവിന്റെ പ്രകടനം ഇന്നലെ ഓപ്പണറായിട്ട് ഇറക്കിയപ്പോൾ ഉണ്ടാക്കിയ ഒരു ഇന്ത്യൻ ടീമിൽ മൊത്തം ഉണ്ടാക്കിയ ഇമ്പാക്ട്. ഓപ്പണിംഗ് ജോഡി അഭിഷേകമായിട്ട് 64 റൺസിന്റെ നമ്മുടെ പവർ പ്ലേ സ്കോർ, അങ്ങനെയൊക്കെ നോക്കുമ്പോൾ വളരെ ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ഒരു പ്രസൻസ് ആണ് സഞ്ജു അവിടെ ഓപ്പണിംഗ് ഉണ്ടാക്കിയത്. അതേ കണ്ടിന്യൂഷൻ ആണ് തിലക് വർമ്മയും, സൂര്യ പോട്ടെ, വേറെ വകുപ്പില്ല, വഴിയില്ല, തിലക് വർമ്മയും ഹാർദിക് പാണ്ഡ്യയും ഒക്കെ അവസാനം നടത്തിയത്. അപ്പൊ സഞ്ജുവിന്റെ ഇമ്പാക്ട്, സഞ്ജുവിനെ ഓപ്പണിംഗിൽ ആക്കിയപ്പോൾ ഇമ്പാക്റ്റ് ആണ് ബാക്കിയുള്ളവർക്ക് വഴിമരുന്നായത്. കാരണം സഞ്ജുവിന് എന്തായാലും പിന്നെ വിക്കറ്റ് കീപ്പിംഗിൽ മികച്ച പ്രകടനം സഞ്ജു സാംസൺ, ക്യാച്ചുകൾ എടുക്കുന്നു. പ്രത്യേകിച്ച് ആ മാർക്കോ ജാൻസന്റെ DRSന്റെ സംഭവം, അത് സഞ്ജുവിന് ഡൗട്ട് ഉണ്ടായിരുന്നു ബാറ്റിൽ കൊണ്ടില്ല എന്ന്. ക്യാച്ച് എടുക്കുന്നു. അപ്പോൾ ബുംറയ്ക്ക് പോലും ഉറപ്പുണ്ടായിരുന്നില്ല. ബുംറയും സൂര്യകുമാർ യാദവും വേണ്ടാന്ന ലെവലിൽ പോകുമ്പോൾ സഞ്ജു സാംസൺ കാണിക്കുന്ന സംഭവമുണ്ട്. നമുക്ക് 2 DRS കൂടി ബാക്കിയുണ്ട്. ഇപ്പോൾ ഒന്ന് പോയാലും കുഴപ്പമില്ല, നമുക്ക് ഒന്നുകൂടി ബാക്കിയുണ്ടല്ലോ. നമ്മൾ ഔട്ട് ആവുകയാണെങ്കിൽ മാർക്കോ ജാൻസനെ പോണ്. കഴിഞ്ഞ ഓവറിൽ മാർക്കോ ജാൻസൺ 2 6 അടിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു തന്ത്രപ്രധാനമായ നീക്കം നടത്താനും വിക്കറ്റിന് പിന്നെ സഞ്ജുവിനായി. എങ്ങനെ സഞ്ജുവിനെ ഒഴിവാക്കും പിന്നെ? കാരണം സഞ്ജു എന്തായാലും ഫസ്റ്റ് വിക്കറ്റ് കീപ്പർ. ജിതേഷ് ശർമ്മ വേറെ വഴിയില്ല. കാരണം ഇഷാൻ കിഷാൻ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. കാരണം ഇഷാൻ കിഷാനെ ഉൾപ്പെടുത്താൻ വേറെ വഴിയുള്ളൂ. അത് ജിതേഷ് ശർമ്മയ്ക്ക് ഉൾപ്പെടുത്താൻ വേറെ വകുപ്പില്ലാത്ത കാരണം ജിതേഷ് ശർമ്മനെ ഒഴിവാക്കി. വാഷിംഗ്ടൺ സുന്ദർ ഓക്കെ പറയാം, ഒരു അഡീഷണൽ ബാറ്റിംഗ് സ്ട്രെങ്ത് ആണ്. ഒരു പ്രോപ്പർ ഓൾറൗണ്ടർ എന്നുള്ള നിലയിൽ നമുക്ക് ഉൾപ്പെടുത്താം. റിങ്കു സിംഗ് ഫിനിഷർ ലെവലിൽ അവസരം കിട്ടുമെന്നറിയില്ല. എനിവേ റിങ്കു സിംഗിനെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഹർഷിത് റാണയുടെ പകരം ഷമിയോ സിറാജോ ആയിരുന്നെങ്കിൽ എന്നുള്ളതുണ്ടായിരുന്നു. എനിവേ ഹർഷിത് റാണയും ബുംറ ഒരു കളിയിൽ ഉണ്ടായിരുന്നില്ല. ഹർഷിത് റാണ ഇറങ്ങിയത് നല്ലൊരു തുടക്കം ഹർഷിത് റാണ നൽകിയിരുന്നു. അങ്ങനെ അതും കുഴപ്പമില്ല. എനിവേ ഇതൊരു പ്രോപ്പർ വേൾഡ് കപ്പിനുള്ള, കാരണം വേൾഡ് കപ്പ് ചാമ്പ്യന്മാരാണ് ഇന്ത്യ, ആ വേൾഡ് കപ്പ് ഡിഫെൻഡ് ചെയ്യാനുള്ള ഒരു പ്രോപ്പർ ടീം തന്നെയാണിത്. എന്തായാലും അഗാർക്കറും ഗൗതം ഗംഭീറും കൂടി, വാട്ടവർ സൂര്യകുമാർ യാദവ്, ആരൊക്കെയാണെങ്കിലും അഭിനന്ദനങ്ങൾ ഈ ടീമിനെ തെരഞ്ഞെടുത്തത്. അപ്പോൾ ഈ ടീമിനെ തെരഞ്ഞെടുക്കുമ്പോൾ ഇതൊരു പ്രോപ്പർ ഡിഫെൻഡിങ് എന്ന് പറഞ്ഞാൽ വേൾഡ് കപ്പ് ഡിഫെൻഡ് ചെയ്യാൻ പോകുന്ന പ്രോപ്പർ ടീം തന്നെയാണ്. അപ്പോൾ എന്തായാലും സഞ്ജുവിന് ഒരു അവസരം കിട്ടി, നല്ലൊരു കാര്യമാണ്. സഞ്ജുവിന് ഇന്നലത്തെ പെർഫോമൻസ്, ഒറ്റ പെർഫോമൻസ് ആയിരിക്കാം ഒറ്റ കാരണം. വിക്കറ്റിന് മുന്നിലും വിക്കറ്റിന് പിന്നിലും നടത്തിയ സഞ്ജുവിന്റെ പ്രകടനം. എന്തായാലും ഞാൻ ഹാപ്പിയാണ്. ഓൾമോസ്റ്റ് എല്ലാ ഇന്ത്യൻസും ഹാപ്പി ആയിരിക്കും. ശുഭ്മാൻ ഗില്ലിനെ ഞാൻ ഇതാക്കല്ല, വൺ ഡേക്ക് പറ്റിയൊരു പ്ലെയർ ആണ്. വൺ ഡേ മെറ്റീരിയൽ ആണ്, ടെസ്റ്റ് മെറ്റീരിയൽ ആണ്. അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. 2020 അദ്ദേഹം ഇതുവരെ പ്രൂവ് ചെയ്തിട്ടില്ല, നമ്മൾ മുമ്പ് കണ്ടതാണ്. അദ്ദേഹത്തെ കുറ്റം പറയില്ല, പക്ഷെ 2020 പറ്റിയൊരു പ്രോപ്പർട്ടി അല്ല, മെറ്റീരിയൽ അല്ല ശുഭ്മാൻ ഗില്ല്. അതിനെ പറ്റിയ ആള് സഞ്ജു ആണെന്ന് സഞ്ജു ഇന്നലെ തെളിയിച്ചു. അപ്പം അത്രയേ ഉള്ളൂ. ടീമിനെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ചിയേഴ്സ് ഫോർ ഇന്ത്യ.